അല്ല സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കാര്യം എല്ലാ സിനിമയിലും നമ്മൾ വേഷം ചെറുതാണെങ്കിലും എത്ര ഒരു സീനേ ഉള്ളെങ്കിലും ആ ചെയ്യുന്ന കഥാപാത്രം ഭംഗിയായിരിക്കണം. അല്ലാതെ എനിക്ക് ഒരു സീനേ ഉള്ളല്ലോ, അതിനകത്ത് ഇത്രയും മതിയല്ലോ എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല. അപ്പം ഏത് വേഷം ചെയ്താലും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട് എടുത്ത് തന്നെ ആ കഥാപാത്രം ചെയ്യണം. ഓടുമില്ലെന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അത് ഈ പല ആർട്ടിസ്റ്റുകളും നമ്മളടുത്ത് നമ്മളെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അവരും ഇതുപോലെ ഗംഭീരമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്പിളിച്ചേട്ടൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചില ഉഗ്രം കോമഡികൾ അമ്പിളിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടം ഓടാതെ പോയിട്ടുണ്ട്, റിലീസ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിനെ വെച്ച് ഹരിഹരൻ സാർ ഒരു പടം ചെയ്തു. അപ്പോൾ 7ാം വരെ വന്നു. അപ്പോൾ ആ സിനിമയിൽ ഞാനും ഒരു നല്ല വേഷം ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇന്ദ്രജിത്ത് പറയുമായിരുന്നു, ഇതേ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് ഹരിഹരൻ സാർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ട് പടം റിലീസ് ചെയ്യാതെ പോയ പടമാണ്. അതിനകത്ത് സുകുമാരൻ സാറ് ചെയ്ത വേഷമാണ് ഇന്ദ്രജിത്ത് ചെയ്തത്. അപ്പോൾ സുകുവേട്ടൻ ഇന്ദ്രജിത്തിന് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വേഷമാണ് ഞാൻ ചെയ്തത് എന്ന് വീട്ടിൽ ഇരുന്ന് ചേച്ചിയോട് പറയുന്നത് കേട്ടിട്ടുണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു. പക്ഷേ ആ പടം ഇറങ്ങാതെ പോയി. അന്ന് അദ്ദേഹം വളരെ വിഷമിച്ചു എന്നാണ് ഇന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്രയും നല്ല ഫുൾ എഫേർട്ട് എടുത്ത ഒരാൾ അഭിനയിച്ചിട്ട് ആ പടം ഇറങ്ങാതെ പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാജഡിയല്ല. എൻ്റെ പ്രിൻ്റ് പോലും ഇല്ല ആ പടത്തിൻ്റെ. അപ്പോൾ ഇത് TV കാണിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ അത് ആ ഒരു ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുക. അപ്പോൾ എന്നും പറഞ്ഞ് 2 സീനി വന്നു പോകുന്ന സ്ഥലത്ത് സുകുവേട്ടൻ ഒരിക്കലും മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം എല്ലാ പടത്തിലും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ചെറിയ വേഷമാണെങ്കിലും വൃത്തിയായിട്ട് അഭിനയിക്കുക. ഓടുകയോ അതൊക്കെ മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലായിരിക്കുന്നത്. അല്ല, അതിനൊന്നും യാതൊരു മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാര്യം എപ്പോഴും മാറ്റം അനിവാര്യമാണ്. പണ്ട് എന്താ പറയുന്നത്, ഈ ഒരു സമയവും ശാശ്വതമല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റം ഉണ്ടാവും, എല്ലാ പ്രവൃത്തികൾക്കും മാറ്റം ഉണ്ടാവും. പ്രകൃതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് സിനിമയും മാറും. ആ മാറ്റം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യകാലത്തിൽ വന്ന സിനിമയല്ല അത് കഴിഞ്ഞിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് ഇങ്ങനെ മാറി ഇപ്പം വേറൊരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറ്റമൊന്നും ഒരു മോശമായിട്ടോ തെറ്റായിട്ടോ കാണുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂജൻ എന്നൊരു വാക്ക് പറഞ്ഞ് കുറേ സിനിമകളെ അങ്ങനെ ഇതാക്കുമ്പോൾ ആ സിനിമയിൽ ഈ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഈ റിലേഷൻഷിപ്പുകൾ കാണിക്കാറില്ല, നേരെ വാ ഉള്ള കാര്യം പറയുക, മറ്റേ വളച്ചുകെട്ടൊന്നും ഇല്ലാതെ. ഈ ജയറാം ഒരിക്കൽ പ്രസംഗിക്കുന്ന കേട്ടു. അദ്ദേഹത്തിന് പഴയ സിനിമകളിൽ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും കാമുകിയും ഉണ്ടായിരുന്നു, അമ്മാവന്മാരുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രേമത്തിനെ സഹായിക്കാൻ വേണ്ടി അവിടുത്തെ ലോക്കൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു, ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭംഗി വേറെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സിനിമകൾ ഓടാതിരിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ സിനിമകളും ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരായിരുന്നു, അന്ന് നമ്മൾ ചെറുപ്പക്കാരായിരുന്നു, അന്ന് നമുക്കത് ആ സിനിമകൾ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുമ്പത്തെ കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ചെറുപ്പമായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായ സിനിമകളും സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ സിനിമകളാണ്. ആ സിനിമ ഇപ്പോൾ എടുത്തിട്ട് ഓടുമോ? ഒരു ദിവസം പോലും ഓടില്ല. അതുപോലത്തെ ഒരു കഥ നസീർ സാറിനെയോ സത്യൻ മാഷയെ കാണാൻ വേണ്ടി ചിലപ്പോൾ ജനം കയറുമായിരിക്കും. പക്ഷേ ആ കഥ ഇപ്പോഴത്തെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ട് തിയേറ്ററിൽ വന്നാൽ ചിലപ്പോൾ ഓടില്ല. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചാണ് 2 വർഷം മുമ്പ് അതിനുള്ള തീരുമാനം എടുക്കുകയും ദിലീപിൻ്റെ അടുത്ത് ഞാനൊരു കഥ പറയുകയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന സംഭവമാണ്. വളരെ പഴയ ഒരു റഷ്യൻ സിനിമയെ കണ്ടിട്ട് അതിൻ്റെ ഒരു ബേസ് വെച്ചിട്ട് ഒരു സിനിമ. അപ്പോൾ അത് ഞാൻ ഓൺലൈനൊക്കെ എഴുതി അഴകപ്പൻ സാറ് ക്യാമറ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. ദിലീപിൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞപ്പോൾ ദിലീപ് അപ്പം തന്നെ 5 മിനിറ്റ് ദിലീപിൻ്റെ അടുത്ത് ഞാൻ ഓൺലൈൻ പറഞ്ഞപ്പോൾ തന്നെ ദിലീപ് പറഞ്ഞു, എപ്പോഴാണ് എൻ്റെ ഡേറ്റ് വേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് 1 വർഷം കഴിഞ്ഞു. അത് കാര്യം അതിനകത്ത് മഞ്ഞൊരു ഭാഗമാണ്, സ്നോ. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിൽ തന്നെ ഷൂട്ട് ചെയ്യണം, അപ്പോൾ റഷ്യയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നമുക്ക് അടുത്ത ഫെബ്രുവരി മാർച്ച് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം ടൈമും ഉണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ രഞ്ജിത്തുണ്ട്, രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു തീരുമാനം കൂടെ എടുത്തിട്ട് നമ്മളന്ന് പിരിഞ്ഞു. പക്ഷേ ഞാൻ രഞ്ജിത്ത് ഇവിടെ സംസാരിച്ചു, 2-3 സിറ്റിംഗ് കഴിഞ്ഞു. അതിൻ്റെ മുമ്പോട്ട് നീങ്ങാനായിട്ട് ഉള്ള പല കാര്യങ്ങളും മുമ്പോട്ട് നീക്കുന്ന സമയത്ത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എന്തോന്നോ ഒരു കാര്യം, ഈ തർക്കങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. ചെറിയ തർക്കങ്ങൾ വന്നു. ഞാൻ അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ദിലീപിനെ വിളിച്ച് പറഞ്ഞു, രഞ്ജിത്തിനോട് പറഞ്ഞു, ഞാൻ പടം ചെയ്യുന്നില്ല, വിട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ ആ പരിപാടി ഞാൻ നിർത്തി. അപ്പോൾ ആ സമയത്താണ് ബ്യൂട്ടിഫുൾ അനൂപ് എഴുതിയിട്ട് അനൂപ് ആ പടത്തിലേക്ക് അഭിനയിക്കാൻ പറയും. അപ്പോൾ അനൂപ് പറഞ്ഞു, അണ്ണാ ഈ സിനിമയൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഒരു 5-10 കൊല്ലത്തേക്ക് ഇനി ഡയറക്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല, നിങ്ങൾക്ക് നല്ല പടങ്ങൾ ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, കുറേ നല്ല പടങ്ങൾ കിട്ടി. ഇപ്പോഴും കുറച്ച് പടങ്ങളുണ്ട്, ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു, ചില പടങ്ങൾ മാറിപ്പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും പിന്നെയും പടങ്ങളുണ്ട്. അപ്പം നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7-8 മാസമെങ്കിലും അതിനുവേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പം ഈ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് കുറേ സിനിമകൾ ചെയ്ത് നല്ല നല്ല വേഷങ്ങൾ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് ഞാൻ ഇതെല്ലാം കൂടെ നിർത്തി ഒരു സൈഡിലോട്ട് വെച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വള്ളത്തിൽ ചവിട്ടണ പോലെ ആയിപ്പോൾ. ഇതുമില്ല അതുമില്ല. അവസാനം ഈ പടം ഓടിയില്ലെങ്കിൽ ഇവിടെയും വീഴും. ഈ പടം അവൻ വലിയ ഡയറക്ടറൊക്കെ ആയാലും അവനെയൊക്കെ വിളിച്ച് വേഷം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പോകും. അപ്പോൾ ഈ 2 പോയിട്ട് ഞാൻ അമ്മേ എന്ന് പറഞ്ഞ് റോട്ടിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം അതവിടെ മാറ്റിവെച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, റിയൽ സ്റ്റോറി എല്ലാം സിനിമയാക്കാൻ ഒക്കില്ലല്ലോ. എത്ര കഥകൾ റിയൽ സ്റ്റോറീസിനെ സിനിമയാക്കാൻ വെക്കും? അതിനൊരു ഇതില്ലേ, ഭയങ്കര രസകരമായി തോന്നും. പക്ഷേ ഒരിക്കലും സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല അത്. ഭയങ്കര രസകരമായ സംഭവമായിരിക്കും. അല്ലെങ്കിൽ ആ സംഭവത്തിൽ ഏതെങ്കിലും വളരെ വലിയൊരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു വിവാദമോ അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സിനിമയാക്കാൻ സാധിക്കില്ല. അതൊന്നും കാര്യം അതിനെ മാറ്റിയിട്ട് പിന്നെ വേറൊരു സംഭവമാക്കുക, അങ്ങനെയൊന്നും അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനും ഈ ആളുകൾ ശ്രമിക്കുമായിരിക്കും. പക്ഷേ വളരെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ഈ സോളാർ പ്രശ്നം തന്നെ സിനിമയായിട്ട് വന്നു. പക്ഷെ ആ സിനിമ ഇറങ്ങിയോ അത് ഓടിയോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ അതിനകത്ത് വേഷം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് അതിനകത്ത് വല്ലതും വേഷം ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വന്ന് നിൻ്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, സിനിമയായിട്ട് ബന്ധമുള്ളവരല്ല. അപ്പോൾ അവരോട് അതിനൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വലിയ വിവാദമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, എന്തിനാണ് ആവശ്യമില്ലാത്ത അതിനകത്തൊക്കെ പോയി തലയിടുന്നത്, അതൊന്നും ചെയ്യേണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പിന്നെ അത് ഞാൻ ചെയ്തില്ല എന്നുള്ള സത്യം. ആ പടം ഇറങ്ങിയോന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചില പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയം നാട്ടുകാർക്ക് ആർക്കും അറിയാത്തതുകൊണ്ടാണ്? ഇവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും സോളാർ വിവാദം തീർന്നിട്ടില്ല. ഇപ്പോഴും ആ പ്രശ്നം ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ കിടന്ന് അലയടിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സിനിമയാക്കി? അങ്ങനെയാണെങ്കിൽ ജനം മുഴുവൻ ചെന്ന് ആ സിനിമ കാണണ്ടേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ വിവാദങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ കഥകളും എല്ലാ മേഡേഴ്സും എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ പ്രേമങ്ങളും ഒന്നും സിനിമയാക്കാൻ സാധിക്കില്ല. അതിനൊക്കെ ഓരോ ക്രൈറ്റീരിയൻസ് ഉണ്ട്. നമുക്ക് ആ സിനിമയുടെ ചട്ടക്കൂടിനകത്തല്ല അതിന് പറ്റുന്ന രീതിയിൽ വരുന്ന കഥയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പൊടിപ്പും തങ്ങലും കയറണം. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഒറിജിനാലിറ്റി പോകും. അപ്പോൾ ഈ ജനം തന്നെ പറയും അതൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജനം തന്നെ അതിനെ കൂവി വിളിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ഓടാൻ തുടങ്ങുന്ന സമയം വരെ ഇങ്ങനൊരു കഥയെപ്പറ്റി ആർക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അത് ഭയങ്കര ഫേമസ് ആയത്. അപ്പോൾ അതിനുമൊക്കെ ഓരോ എന്താ പറയുന്നത് പരിമിതികളുണ്ട്. എല്ലാ കഥകളും സിനിമയാക്കാൻ സാധിക്കില്ല.